നമസ്കാരം. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ വലിയൊരു വിജയമായി മാറുമ്പോൾ ഇന്ത്യ ലോകത്തിന് മുന്നിൽ വീണ്ടും തല ഉയർത്തി തന്നെ നിൽക്കുകയാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ ശക്തിയുള്ള ഒന്നാണ് നമ്മൾ എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കാനുള്ളൊരു അവസരമാണ് ഇതിലൂടെ ലഭിച്ചത്. ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെ ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ പൂർണ്ണ പിന്തുണയാണ് ഉറപ്പു നൽകിയിരിക്കുന്നത്. അമേരിക്കയും റഷ്യയും പോലെയുള്ള വൻ ശക്തികൾ മാത്രമല്ല, ഇസ്രായേലും ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. തീവ്രവാദത്തിനെതിരെ ഇന്ത്യയുടെ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശത്തെ ഇസ്രായേൽ പിന്തുണയ്ക്കുന്നു. നിരപരാധികൾക്കെതിരായ അവരുടെ ഹീനമായ കുറ്റകൃത്യങ്ങളിൽ നിന്നും ഒളിക്കാൻ ഒരിടവുമില്ലെന്ന് തീവ്രവാദികൾ അറിയണമെന്നും ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡർ റൂവാൻ അസർ സമൂഹമാധ്യമമായ എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എക്കാലത്തും ഇന്ത്യയുടെ മികച്ച പ്രതിരോധ പങ്കാളിയായിരുന്നു ഇസ്രായേൽ. ഒരു പരിധിവരെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടത്. എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇസ്രായേൽ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മാറിയിരുന്നു നരേന്ദ്രമോദി. അദ്ദേഹത്തിന് അന്ന് വളരെ രാജോചിതമായ സ്വീകരണം തന്നെയാണ് ഇസ്രായേലിൽ ലഭിച്ചത്. ആ ഒരു സ്നേഹം ഇസ്രായേൽ എക്കാലത്തും ഇന്ത്യയോട് കാത്തുസൂക്ഷിച്ചിരുന്നു. ഇസ്രായേലിനെ 4 വഴിക്ക് നിന്നും തീവ്രവാദ സംഘടനകൾ ആക്രമിക്കുമ്പോഴൊക്കെ തന്നെ ഇന്ത്യ ഇസ്രായേലിന് ഒപ്പം കട്ടയ്ക്ക് തന്നെ നിൽക്കുകയായിരുന്നു. ആ ഒരു സ്നേഹം ഒരുപക്ഷെ അവർ തിരിച്ചു നൽകുന്നതായിരിക്കാം ഇപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിനും ഇസ്രായേൽ നൽകുന്ന ഈ ഒരു പിന്തുണ സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും എക്കാലത്തും ഇന്ത്യയെയും ഇന്ത്യയിലെ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ തന്നെ സഹായിക്കണം എന്ന നിലപാടുകാരനായിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ പരസ്പര സഹകരണത്തിൻ്റെ മേഖലകളുണ്ട്. ലോകത്തെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ സംഘടനയുള്ള ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ മൊസാദിൻ്റെ സേവനങ്ങൾ ഇന്ത്യയെ പോലെയുള്ള അവരുടെ സുഹൃത്ത് രാജ്യങ്ങൾക്ക് കൈമാറുന്നതിന് പോലും യാതൊരു ബുദ്ധിമുട്ടും അവർക്ക് ഉണ്ടായിരുന്നതുമില്ല. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന വേറെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ സന്ദർഭത്തിൽ. 2023 തുർക്കിയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് അന്ന് കൊല്ലപ്പെട്ടത്. അന്ന് കേരള സർക്കാർ നമ്മുടെ ബജറ്റിൽ ഉൾപ്പെടുത്തി 10 കോടി രൂപയാണ് തുർക്കിക്ക് നൽകിയത്. കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ തന്നെ വളരെ വൈകാരികമായിട്ടാണ് ഈ കാര്യം പ്രഖ്യാപിച്ചത്. തുർക്കി പോലെയുള്ള ഒരു രാജ്യത്തിന് നമ്മുടെ കൊച്ചു കേരളം നൽകുന്ന ഈ ഒരു സംഭാവനയെക്കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം അന്ന് വളരെ വാദോരാതെ സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം വന്നപ്പോൾ തുർക്കി ഇപ്പോൾ പാകിസ്ഥാൻ്റെ കൂടെയാണ്. തുർക്കിയുടെ ഒരു കപ്പൽ നിറയെ ആയുധങ്ങൾ പാകിസ്ഥാനിലേക്ക് എത്തിച്ചു എന്ന് വരെ പറയുന്നുണ്ട്. പരസ്യമായി തുർക്കി പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. നമുക്കിവിടെ ചോദിക്കേണ്ടുന്നൊരു ചോദ്യം, എന്ത് കണ്ടിട്ടാണ് കേരളം പോലുള്ളൊരു സംസ്ഥാനം സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ പെട്ട് നട്ടം തിരിയുന്ന ഒരു സംസ്ഥാനം ഈ തുർക്കി പോലുള്ള ഒരു രാജ്യത്തിന് 10 കോടി രൂപ കൊണ്ട് കൊടുത്തതെന്നാണ്. തുർക്കിയിലെ ദുരിതാനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കാനാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാം. പക്ഷേ അവരാരും തന്നെ ഇന്ത്യക്കൊരാപത്ത് വരുമ്പോൾ ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ശത്രുപക്ഷത്ത് ചാടിയിരിക്കുകയാണ് തുർക്കിയും. ഒരു കപ്പൽ നിറയെ തുർക്കി ആയുധങ്ങൾ പാകിസ്ഥാന് നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നൽകിയ 10 കോടി ഒരുപക്ഷെ ആ ആയുധ നിർമ്മാണത്തിന് അവർ ഉപയോഗിച്ചിരിക്കാം. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള വിദേശ രാജ്യങ്ങളെ നമ്മൾ സഹായിക്കാൻ ഇറങ്ങുമ്പോൾ കേരള സർക്കാർ പ്രത്യേകിച്ച് ഇവരുടെ പശ്ചാത്തലവും ഇവർ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കുഴപ്പങ്ങളെക്കുറിച്ചുമൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ആപത്ത് ഘട്ടത്തിൽ ഈ ഒരു രാജ്യം നമ്മളോട് കാട്ടിയ നന്ദികേട്. ഇന്ത്യ എന്ന വലിയ രാജ്യത്തെ ഒരു ചെറിയ സംസ്ഥാനമായ കേരളം 10 കോടി കൊടുത്തു എന്നുള്ളത് അന്ന് വലിയൊരു വാർത്തയായിരുന്നു. എല്ലാവരും കേരള സർക്കാരിനെ അഭിനന്ദിക്കുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. പക്ഷേ സമയം അടുത്തപ്പോൾ പണ്ട് വടക്കൻ പാട്ടുകൾ പറയുന്നത് പോലെ മാറ്റാർ കൂട്ടത്തിലേക്ക് ചാടുക തന്നെയായിരുന്നു തുർക്കി ചെയ്തത്. പക്ഷേ ഇസ്രായേലോ നമ്മൾ അവർക്ക് നൽകുന്ന ധാർമ്മികമായ പിന്തുണയ്ക്ക് അതിൻ്റെ കടപ്പാട് പോലെ ഇന്ത്യ നടത്തുന്ന എല്ലാ സൈനിക പ്രവർത്തനങ്ങൾക്കും അവർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. കാരണം തീവ്രവാദ പ്രവർത്തനം കൊണ്ട് നട്ടം തിരിയുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അവർക്ക് തീവ്രവാദത്തിൻ്റെ ബുദ്ധിമുട്ടുകളും വിഷമതയും നന്നായിട്ട് അറിയാം.